കൂട്ടുകാരുടെ അഭിജയ്. ജനം ടിവിയിലും ന്യൂസ് 18 കേരളം ചാനലിലും വീഡിയോ എഡിറ്റർ ആയിരുന്നു അഭിലാഷ്. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറെ പരിശ്രമിച്ചു. ചാനലിലെ ആന്തരിക രാഷ്ട്രീയത്തിന്റെ മറ്റൊരിരയായിരുന്നു അഭിലാഷും. ജോലി രാജിവെച്ച് ചെന്നൈയിലേക്ക് തീവണ്ടി കയറുമ്പോൾ അവനോ സുഹൃത്തുക്കളോ വീട്ടുകാരോ ആരും തന്നെ കരുതിയില്ല തിരികെ എത്തുന്നത് ജീവനില്ലാത്ത അഭിലാഷായിരിക്കുമെന്ന്. 2015 5 ലക്ഷം രൂപ വെങ്ങാനൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ലോണെടുത്ത അഭിലാഷ് കടബാധ്യതയിൽ 3 വർഷം മുൻപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ആ ലോണിന്റെ പേരിൽ ജപ്തി ഭീഷണി നേരിടുകയാണ് അഭിലാഷിന്റെ കുടുംബം. അഭിലാഷിന്റെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിരുന്നു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. എന്നാൽ ലോൺ എടുത്ത കാശിന് വീട് പണി പൂർത്തിയാക്കാനായില്ല. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലോൺ തിരിച്ചടവും മുടങ്ങി. അഭിലാഷിന്റെ വേർപാടിന് 3 വർഷം കഴിയുമ്പോഴേക്കും അഭിലാഷിന്റെ ഇരട്ട സഹോദരിയും അമ്മയും ഇതുവരെയും അവന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ബാങ്കിൽ ഡെത്ത് നോട്ടീസ് ഒന്നും ഇതുവരെ വന്നില്ല. അവിടുന്ന് വെങ്ങാനൂർ സതീഷും ഷാജനും വേറെ 2-3 നേരം വന്നിട്ട് പറഞ്ഞു ഇത്ര ലക്ഷം രൂപ കൊണ്ടുവന്ന് അടയ്ക്കണം. അവർ ഇപ്പോൾ എല്ലാം കൂടെ ഒരു 10 പറയുന്നു. അതിൻ്റെ പകുതിയെങ്കിലും അടച്ചിട്ട് തരാമെന്നാണ്, പലിശ അടയ്ക്കണമെന്നാണ് പറയണത്. പകുതി പലിശ അത്രയൊന്നും നമ്മുടെ കയ്യിലില്ല ഇപ്പം കൊടുക്കാൻ. കുറച്ചൊരു 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും മറിച്ച് കൊടുക്കാൻ, പലിശയ്ക്കെങ്കിലും എടുത്ത്, എന്നിട്ട് 5 ലക്ഷത്തിൻ്റെത് പുതുക്കി തരണം. അതേ നമുക്ക് നിവർത്തിയുള്ളൂ. ജപ്തിയായി അവർ നോട്ടീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവർ വെളിയിൽ അയച്ചില്ല എന്ന് പറഞ്ഞു, കോടതിയിലോട്ട് അയച്ചിട്ടില്ല. അത് അവിടെ സൊസൈറ്റിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വൈകുന്നേരം വന്ന് വീട് നോക്കിയിട്ട് പോയി. പിന്നെ അയാൾ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കൾക്കെല്ലാം ഏറെ പ്രിയങ്കരനും ഉപകാരിയുമായിരുന്നു RSS പ്രവർത്തകനായിരുന്ന അഭിലാഷ്. ഇപ്പോൾ 10 ലക്ഷത്തോളം അടയ്ക്കണമെന്നാണ് ബാങ്കിന്റെ നിലപാട്. പലിശയിൽ എന്തെങ്കിലും ഇളവ് വരുത്തി പുതിയ ഒരു ലോൺ അക്കൗണ്ടാക്കി കൊടുത്താൽ മാസം തോറും അടച്ചു തീർക്കാം എന്ന നിലപാടിലാണ് അഭിലാഷിന്റെ അമ്മയും സഹോദരിയും.